എല്ലാ കൂട്ടുകാർക്കും ടാർഗറ്റ് യുവർ എയിമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത പാർട്ട് 3 ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. എല്ലാ ഭാഗവും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ചാപ്റ്റർ 2 കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ക്രിമിനൽ കോഡ്സ് ആൻഡ് ഓഫീസസ്, സെക്ഷൻസ് 6 മുതൽ 25 വരെ. ചോദ്യം 31. BNSS 2023 പ്രകാരം ക്ലാസസ് ഓഫ് ക്രിമിനൽ കോഡ്സ് സംബന്ധിച്ച വ്യവസ്ഥ കാണുന്നത് ഏത് വകുപ്പിലാണ്? എ വകുപ്പ് 5, ബി വകുപ്പ് 6, സി വകുപ്പ് 7, ഡി വകുപ്പ് 8. ശരി ഉത്തരം ഓപ്ഷൻ ബി. ചോദ്യം 32. BNSS 2023 പ്രകാരം സെഷൻസ് കോർട്ട് നിലവിൽ വരാൻ അർഹതയുള്ളത് ആര് നിയമിച്ചിരിക്കണം? എ സുപ്രീം കോടതി, ബി രാഷ്ട്രപതി, സി സംസ്ഥാന സർക്കാർ, ഡി ഗവർണർ. ശരി ഉത്തരം ഓപ്ഷൻ സി. ചോദ്യം 33. BNSS അനുസരിച്ച് സെഷൻസ് കോർട്ട് രൂപീകരിക്കപ്പെടുന്നത് എവിടെയാണ്? എ തലസ്ഥാന നഗരിയിൽ, ബി ഓരോ ജില്ലയിലും, സി എല്ലാ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും, ഡി ഹൈക്കോടതിയുടെ മേധാവിത്വത്തിലുള്ള എല്ലാ താലൂക്കുകളിലും. ശരി ഉത്തരം ഓപ്ഷൻ ബി. ചോദ്യം 34. BNSS 2023 പ്രകാരം സെഷൻസ് ജഡ്ജിനെ നിയമിക്കുന്നത് ആരാണ്? എ സംസ്ഥാന സർക്കാർ, ബി ഹൈക്കോടതി, സി കേന്ദ്ര ആഭ്യന്തര വകുപ്പ്, ഡി ജില്ലാ ജഡ്ജ്. ശരി ഉത്തരം ഓപ്ഷൻ എ. ചോദ്യം 35. സെഷൻസ് കോർട്ടിന് കീഴിലുള്ള അഡീഷണൽ സെഷൻസ് ജഡ്ജിമാരെ നിയമിക്കുന്നത് ആരാണ്? എ ജില്ലാ കലക്ടർ, ബി സെഷൻസ് ജഡ്ജ്, സി സംസ്ഥാന സർക്കാർ, ഡി ന്യായ് പഞ്ചായത്ത്. ശരി ഉത്തരം ഓപ്ഷൻ സി. ചോദ്യം 36. BNSS 2023 പ്രകാരം സെഷൻസ് ജഡ്ജിന് കീഴിലുള്ള ആംശം ഏതാണ്? എ അഡീഷണൽ ഡിസ്ട്രിക്ട് മാജിസ്ട്രേറ്റ്, ബി അസിസ്റ്റന്റ് മാജിസ്ട്രേറ്റ്, സി അഡീഷണൽ സെഷൻസ് ജഡ്ജ്, ഡി എക്സിക്യൂട്ടീവ് മാജിസ്ട്രേറ്റ്. ശരി ഉത്തരം ഓപ്ഷൻ സി. ചോദ്യം 37. BNSS പ്രകാരം ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ്സ് ഓഫ് ഫസ്റ്റ് ക്ലാസിനെ നിയമിക്കുന്നത് ആരാണ്? എ കേന്ദ്ര സർക്കാർ, ബി സെഷൻസ് കോർട്ട്, സി ഹൈക്കോടതി, ഡി ജില്ലാ പഞ്ചായത്ത്. ശരി ഉത്തരം ഓപ്ഷൻ സി. ചോദ്യം 38. BNSS പ്രകാരം സെക്കൻഡ് ക്ലാസ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് നിയമിക്കപ്പെടുന്നത് ആരുടെ ശുപാർശയിൽ? എ സെഷൻസ് ജഡ്ജ്, ബി ജില്ലാ കലക്ടർ, സി ഹൈക്കോടതി, ഡി പോലീസ് സൂപ്രണ്ട്. ശരി ഉത്തരം ഓപ്ഷൻ സി. ചോദ്യം 39. BNSS 2023 പ്രകാരം മെട്രോപൊളിറ്റൻ ഏരിയ എന്ന് അർത്ഥമാക്കുന്നത് എത്ര ജനസംഖ്യയ്ക്ക് മുകളിലാണ്? എ 5 ലക്ഷം, ബി 10 ലക്ഷം, സി 1 കോടി, ഡി 2 കോടി. ശരി ഉത്തരം ഓപ്ഷൻ ബി. ചോദ്യം 40. മെട്രോപൊളിറ്റൻ മാജിസ്ട്രേറ്റ് നിയമിക്കപ്പെടുന്നത് ഏത് നഗരങ്ങളിലാണ്? എ കിഴക്കൻ മേഖലയിൽ, ബി 10 ലക്ഷം മുകളിൽ ജനസംഖ്യയുള്ള പ്രദേശങ്ങളിൽ, സി ഗൃഹമന്ത്രാലയം നിർദ്ദേശിച്ച സ്ഥലങ്ങളിൽ, ഡി സർക്കാർ സ്കൂളുകളുള്ള പ്രദേശങ്ങളിൽ. ശരി ഉത്തരം ഓപ്ഷൻ ബി. ചോദ്യം 41. BNSS 2023 പ്രകാരം ഡിസ്ട്രിക്ട് മാജിസ്ട്രേറ്റ് ആയി നിയമിക്കപ്പെടുന്നത് ആരാണ്? എ സെഷൻസ് ജഡ്ജ്, ബി ഹൈക്കോടതി, സി സംസ്ഥാന സർക്കാർ, ഡി കേന്ദ്ര സർക്കാർ. ശരി ഉത്തരം ഓപ്ഷൻ സി. ചോദ്യം 42. BNSS പ്രകാരം സബ് ഡിവിഷണൽ മാജിസ്ട്രേറ്റ് ആയി നിയമിക്കപ്പെടുന്നത് ആരാണ്? എ സെഷൻസ് കോർട്ട്, ബി സംസ്ഥാന സർക്കാർ, സി ഹൈക്കോടതി, ഡി ജില്ലാ പഞ്ചായത്ത്. ശരി ഉത്തരം ഓപ്ഷൻ ബി. ചോദ്യം 43. BNSS പ്രകാരം അഡീഷണൽ ഡിസ്ട്രിക്ട് മാജിസ്ട്രേറ്റ് നിയമിക്കപ്പെടുന്നത് എവിടെ? എ മെട്രോസ്, ബി ഓൺലി യൂണിയൻ ടെറിട്ടറീസ്, സി ജില്ലാ തലത്തിൽ, ഡി സെഷൻസ് കോർട്ടിന്റെ കീഴിൽ. ശരി ഉത്തരം ഓപ്ഷൻ സി. ചോദ്യം 44. BNSS പ്രകാരം എക്സിക്യൂട്ടീവ് മാജിസ്ട്രേറ്റിന് കീഴിലുള്ളത് ഏത് ഘടകമാണ്? എ സെഷൻസ് ബെഞ്ച്, ബി ജുഡീഷ്യൽ ബെഞ്ച്, സി ഡിസ്ട്രിക്ട് മാജിസ്ട്രേറ്റ്, ഡി അസിസ്റ്റന്റ് സൂപ്രണ്ടന്റ്. ശരി ഉത്തരം ഓപ്ഷൻ സി. ചോദ്യം 45. BNSS 2023 പ്രകാരം പബ്ലിക് പ്രോസിക്യൂട്ടർ നിയമിക്കപ്പെടുന്നത് ആരാണ്? എ സെഷൻസ് കോർട്ട്, ബി കേന്ദ്ര ആഭ്യന്തര വകുപ്പ്, സി സംസ്ഥാന സർക്കാർ, ഡി ഹൈക്കോടതി.
ശരി ഉത്തരം ഓപ്ഷൻ സി. ചോദ്യം 46. BNSS പ്രകാരം സെഷൻസ് കോർട്ടിലെ പബ്ലിക് പ്രോസിക്യൂട്ടറിന് സഹായിക്കുന്നത് ആരാണ്? എ. സെഷൻസ് ക്ലാർക്ക്, ബി. ജുഡീഷ്യൽ സെക്രട്ടറി, സി. അഡീഷണൽ പ്രോസിക്യൂട്ടർ, ഡി. അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ. ശരി ഉത്തരം ഓപ്ഷൻ ഡി. ചോദ്യം 47. BNSS 2023 പ്രകാരം അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ നിയമിക്കപ്പെടുന്നത് പ്രധാനമായും ഇവിടെ? എ. മെട്രോപൊളിറ്റൻ കോർട്സ്, ബി. ഡിസ്ട്രിക്ട് കോർട്സ്, സി. മാജിസ്ട്രേറ്റ് കോർട്സ്, ഡി. ഹൈക്കോർട്ട്. ശരി ഉത്തരം ഓപ്ഷൻ സി. ചോദ്യം 48. BNSS പ്രകാരം സെഷൻസ് കോർട്ടിന്റെ മേൽനോട്ടം വഹിക്കുന്ന അവകാശം ആർക്കാണ്? എ. കേന്ദ്ര സർക്കാർ, ബി. ഹൈക്കോടതി, സി. സംസ്ഥാന നിയമവിഭാഗം, ഡി. ന്യായ് സമിതി. ശരി ഉത്തരം ഓപ്ഷൻ ബി. ചോദ്യം 49. BNSS 2023 പ്രകാരം മെട്രോപൊളിറ്റൻ മാജിസ്ട്രേറ്റുകൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് ആരാണ്? എ. സെഷൻസ് ജഡ്ജ്, ബി. ചീഫ് മെട്രോപൊളിറ്റൻ മാജിസ്ട്രേറ്റ്, സി. ഡിസ്ട്രിക്ട് മാജിസ്ട്രേറ്റ്, ഡി. സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റി. ശരി ഉത്തരം ഓപ്ഷൻ ബി. ചോദ്യം 50. BNSS 2023 പ്രകാരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റുകൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് ആരാണ്? എ. ചീഫ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ്, ബി. ഡിസ്ട്രിക്ട് കളക്ടർ, സി. പബ്ലിക് പ്രോസിക്യൂട്ടർ, ഡി. ഹൈക്കോർട്ട് അഡ്വക്കേറ്റ്. ശരി ഉത്തരം ഓപ്ഷൻ എ. ചോദ്യം 51. BNSS പ്രകാരം എക്സിക്യൂട്ടീവ് മാജിസ്ട്രേറ്റ് നിയമനം ഏത് വകുപ്പ് പ്രതിപാദിക്കുന്നു? എ. വകുപ്പ് 7, ബി. വകുപ്പ് 9, സി. വകുപ്പ് 10, ഡി. വകുപ്പ് 12. ശരി ഉത്തരം ഓപ്ഷൻ ബി. ചോദ്യം 52. BNSS പ്രകാരം ഡിസ്ട്രിക്ട് സൈഡ് പ്രധാന ചുമതല ഏതാണ്? എ. സെഷൻസ് കേസ് വിചാരണ, ബി. നികുതി ശേഖരണം, സി. ന്യായപരമായ ക്രമം ഉറപ്പാക്കൽ, ഡി. ഉന്നത വിദ്യാഭ്യാസം നിയന്ത്രിക്കൽ. ശരി ഉത്തരം ഓപ്ഷൻ സി. ചോദ്യം 53. BNSS പ്രകാരം സബ് ഡിവിഷണൽ മാജിസ്ട്രേറ്റ് സംവരണങ്ങൾ ഏതു ഘടകത്തിൽപ്പെടുന്നു? എ. പോലീസ് വിഭാഗം, ബി. സെഷൻസ് ബെഞ്ച്, സി. എക്സിക്യൂട്ടീവ് വിംഗ്, ഡി. ജുഡീഷ്യൽ സർവീസ്. ശരി ഉത്തരം ഓപ്ഷൻ സി. ചോദ്യം 54. BNSS 2023 പ്രകാരം സെഷൻസ് ജഡ്ജിന് കീഴിലുള്ള താത്കാലിക കോടതി ഏതാണ്? എ. ഫാസ്റ്റ് ട്രാക്ക് കോർട്ട്, ബി. ഫാമിലി കോർട്ട്, സി. അസിസ്റ്റന്റ് സെഷൻസ് കോർട്ട്, ഡി. ഗ്രാം ന്യായാലയ. ശരി ഉത്തരം ഓപ്ഷൻ സി. ചോദ്യം 55. BNSS പ്രകാരം കോർട്ട് ഓഫ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് ഓഫ് സെക്കൻഡ് ക്ലാസ് നിലവിൽ വരാൻ ആവശ്യമായ അംഗീകാരം നൽകുന്നത് ആര്? എ. സെഷൻസ് കോർട്ട്, ബി. പോലീസ് വകുപ്പ്, സി. ഹൈക്കോടതി, ഡി. അഡ്വക്കേറ്റ് ജനറൽ. ശരി ഉത്തരം ഓപ്ഷൻ സി. ചോദ്യം 56. BNSS 2023 പ്രകാരം ചീഫ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് നിയമിക്കുന്നത് ആരാണ്? എ. സെഷൻസ് ജഡ്ജ്, ബി. ഡിസ്ട്രിക്ട് മാജിസ്ട്രേറ്റ്, സി. ഹൈക്കോടതി, ഡി. സംസ്ഥാന നിയമോപദേശം വിഭാഗം. ശരി ഉത്തരം ഓപ്ഷൻ സി. ചോദ്യം 57. BNSS പ്രകാരം അസിസ്റ്റന്റ് സെഷൻസ് ജഡ്ജ് നിയമിക്കുന്നത് ആരാണ്? എ. സെഷൻസ് കോർട്ട്, ബി. കേന്ദ്ര നിയമവകുപ്പ്, സി. സംസ്ഥാന സർക്കാർ, ഡി. ഹൈക്കോടതി. ശരി ഉത്തരം ഓപ്ഷൻ സി. ചോദ്യം 58. BNSS 2023 പ്രകാരം മെട്രോപൊളിറ്റൻ ഏരിയ നിയോഗം പ്രഖ്യാപിക്കുന്നത് ആരാണ്? എ. സെഷൻസ് ജഡ്ജ്, ബി. ഹൈക്കോടതി, സി. സംസ്ഥാന സർക്കാർ, ഡി. കേന്ദ്ര സർക്കാർ. ശരി ഉത്തരം ഓപ്ഷൻ ഡി. ചോദ്യം 59. BNSS പ്രകാരം സെഷൻസ് ജഡ്ജിന്റെ കാര്യങ്ങളിൽ നിർദ്ദേശം നൽകാനുള്ള അധികാരമാരുണ്ട്? എ. സെഷൻസ് ക്ലാർക്ക്, ബി. ഹൈക്കോടതി, സി. ജില്ലാ മജിസ്ട്രേറ്റ്, ഡി. അഡ്വക്കേറ്റ് ജനറൽ. ശരി ഉത്തരം ഓപ്ഷൻ ബി. ചോദ്യം 60. BNSS 2023 പ്രകാരം അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന പദം വിശദീകരിക്കുന്നത് ഏത് വകുപ്പിലാണ്? എ. വകുപ്പ് 2 സബ് സെക്ഷൻ 1 സബ് സെക്ഷൻ എ, ബി. വകുപ്പ് 2 സബ് സെക്ഷൻ 1 സബ് സെക്ഷൻ ഇ, സി. വകുപ്പ് 8 സബ് സെക്ഷൻ 1 സബ് സെക്ഷൻ ജി, ഡി. വകുപ്പ് 2 സബ് സെക്ഷൻ 1 സബ് സെക്ഷൻ എച്ച്. ശരി ഉത്തരം ഓപ്ഷൻ ഡി.